പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില മാനസിക മാറ്റങ്ങൾ, ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തികൾക്ക് ഒത്തിരി മാനസിക മാറ്റങ്ങൾ, കുറേയധികം കാര്യങ്ങൾ അവിടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്, അവരറിയുന്നില്ല. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് അവരുടെ ധൈര്യം കൂടും. അതെപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു സത്യമാണ്. ആൾക്കാർക്ക് ഇപ്പം മനുഷ്യന് ഭയമുണ്ടല്ലോ അല്ലേ? പല കാര്യങ്ങൾക്കും ഭയം. കടങ്ങളെക്കുറിച്ച് ഭയങ്ങളുണ്ടാവും, പരീക്ഷയെക്കുറിച്ച് ഭയമുണ്ടാവും, ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഭയമുണ്ടാവും. ഇനി വസ്തു വിൽപ്പന സ്ഥലം അളക്കാൻ ചെല്ലുമ്പോൾ അവിടെ വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് ഭയമുണ്ടാകും. മൊത്തം ഭയമാണ് ശരിക്കും. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയ അഥവാ ദൈവാനുഭവത്തെ നമുക്ക് അനുഭവേദ്യമാകാതെ ഇരിക്കാൻ കാരണം ഒന്ന് ഈ ഭയമാണ്. ഇനി ഉടമ്പടി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണം. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയത്തിന് പകരം റീപ്ലേസ്മെൻറ്റ് നടത്തിക്കാണ് ദൈവം. ഭയത്തെ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഈ അനുഗ്രഹം പോലെയല്ല ഉടമ്പടിയുടെ ഒരു രീതി. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന വികാര, അതായത് പ്രത്യേകിച്ച് വികാരങ്ങളിലെ അതിൻ്റെ മേലെല്ലാം ഭയങ്കര വിജയം വരും. പക്ഷേ വ്യക്തിക്ക് അത് സംഭവിച്ച് കാണും. പക്ഷേ വ്യക്തി അത് അറിയാതെ നടക്കുന്ന കാരണം അനുഭവിക്കാൻ പറ്റാത്ത ഒരു ട്രാജഡി ഉണ്ട്. വ്യക്തിക്കത് സംഭവിച്ച് കാണാം. കാര്യം അവൻ്റെ ഭയത്തെ മാറ്റി പകരം ധൈര്യം കൊടുത്ത് കാണാം. പക്ഷേ വ്യക്തി അങ്ങനെ എനിക്ക് ധൈര്യം ലഭിച്ചു എന്ന് അറിയാത്തത് കാരണം അനുഭവിക്കാതെ നടക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ഈ വിഷയത്തിൽ നിരീക്ഷണം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ഉടമ്പടി ശ്രദ്ധയോടെ എടുക്കണം. അതിൻ്റെ ഓരോ പാർട്ടുകളും ശ്രദ്ധയോടെ. കാര്യം നമ്മൾ ഒരു ബെറീത്തിലേക്ക് വരികയാണ് ദൈവവുമായിട്ട്. ഉടമ്പടിക്ക് ബൈബിളിലെ ഭൂമിയിലെ ഭൗതിക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന എഗ്രിമെൻറ്റിനാണ് ബൈബിൾ ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവമാണ് ഒരു കക്ഷി മനുഷ്യരായ നമ്മളാണ്. ഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന കരാറിനാണ് ബൈബിള് കവനൻ്റ് അഥവാ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കക്ഷി, രണ്ട് കക്ഷികളും മനുഷ്യരല്ല, ഒരു കക്ഷി ദൈവമാണ്, ഒരു കക്ഷിയാണ് നമ്മൾ. സാധാരണ കരാറിൽ രണ്ട് കക്ഷികളും മനുഷ്യന്മാരായിരിക്കും. സ്വർഗവുമായിട്ട് അതിന് കണക്ഷനില്ല, ഭൂമിയിലെ കാര്യങ്ങളേ ഉള്ളൂ. അതാണ് കരാറെന്ന് പറയുന്നത്. മറ്റത് ഭൂമിയിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന ദൈവിക നടപടിക്രമത്തിനാണ് നമ്മൾ ബൈബിള് കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് അതാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വിഷയം, അതാണ്. പിന്നെ ഇതിന് കൃപാസനം കവനൻറ്റിനെ നമ്മൾ മരിയൻ കവനൻ്റ് എന്നാണ് പറയണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഈശോയെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അമ്മയ്ക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ഉൾക്കാഴ്ചയാണ് എന്താണ് അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യുക, അതായത് ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്യുക. അപ്പം ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്തോളാം എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം പോലെ ജീവിച്ചോളാം എന്നാണ്. അത് നമ്മളൊരു പുതുക്കത്തിലാണ്. ഒരു ഉടമ്പടി എടുക്കുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. ദൈവതിരുസന്നിധി ചെയ്തോളാവുന്നു. പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6 കാര്യങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. അത് തന്നെ ഏറ്റെടുക്കരുത്. മനസ്സിലായില്ല? പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6
ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് ദൈവവചനം അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ദുശ്ശീലങ്ങളെ ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശിവൻകുട്ടി എന്നും പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പച്ചക്ക് പറഞ്ഞത് ഞാൻ ഈഴവനാണെന്നും പറഞ്ഞാൽ തുടങ്ങണത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളങ്ങനെയുള്ള ഒരു സംജ്ഞകളൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ മനുഷ്യൻ എന്ന് മാത്രമല്ല, വിശ്വാസി എന്ന് മാത്രമേ ഇവിടെ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ പുള്ളിയുടെ ആ ഒരു തീഷ്ണത കൊണ്ട് പറഞ്ഞതാണ്. അതായത് എനിക്ക് 40 വർഷമായിട്ട് ഞാനിങ്ങനെ കുടിക്കുകയും അതിനേക്കാളുപരി ഇങ്ങനെ പുകവലി 40 വർഷമായിട്ട് മാറ്റാൻ പറ്റാത്ത പുകവലിയിലാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഞാൻ അവശനായി തരികയാണ്. അപ്പോൾ എന്താണൊരു വഴി ഇങ്ങനെ പുകവലി മാറ്റാനെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. പല മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള പല വഴികളും ഞാൻ ചെയ്തെങ്കിലും ഇപ്പോഴും ഞാൻ ശരിക്കും ഒരു ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ് നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. കാരണം ഞാൻ ഡൽഹിയിലാണ്. ആലപ്പുഴ വരണം, ഉടമ്പടി എടുക്കാൻ പറ്റുമോ, എപ്പോൾ വരാൻ പറ്റും എന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ പുള്ളി ക്രമീകരിച്ച ശേഷം പുള്ളി അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇത്രാം തീയതി ഞാൻ അമ്മയെടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടുകാരായിരുന്നു. ഡൽഹി നമ്മുടെ ഇടുക്കി താമസിച്ച ആൾക്കാർ ഇപ്പോൾ അവിടെ പോയി താമസിക്കുന്നതുകൊണ്ടാണ്. അപ്പോഴേ എടുക്കുമെന്ന് പറഞ്ഞ് പുള്ളി കുളിക്കാൻ കയറി. അന്ന് വരാൻ ഉദ്ദേശിക്കണില്ല, അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും വരാനാണ് പുള്ളി ഉദ്ദേശിക്കണത്. കുളിക്കാൻ കയറിയോടുകൂടി ഷവർ ഓൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് കറണ്ട് അടിച്ചതുപോലെ പുള്ളിയുടെ ഉള്ളിലേക്ക് ഒരു ശക്തി കടന്നുപോയി. അതാണ് അദ്ദേഹം പറയണത്. പിന്നീട് ഞാൻ ഇന്ന് വരെ വലിച്ചിട്ടില്ലെന്നാണ്. വലിച്ചില്ല. കാര്യം എന്താ, ഉടമ്പടി എന്ന് പറയണത് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ നടക്കുന്ന ഒരു വ്യാപാരമാണ്. അതിൻ്റെ ഒരു ബാഹ്യമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ വന്ന് അനുഷ്ഠിക്കണത്. പക്ഷേ ബേസിക്കായിട്ട് എന്താണിത്, നീ ഡൽഹിയിലുണ്ടായാലും ശരി, അമേരിക്കയിലുണ്ടായാലും ശരി, വൺസ് നീ കർത്താവുമായിട്ട് ഉടമ്പടി വെക്കാമെന്ന് ഉള്ളിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അപ്പം തന്നെ തീരുമാനമായി. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണല്ലോ ഈ അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് പ്രോമിസ്, ആ വിഷയത്തെക്കുറിച്ചുള്ള അനുഗ്രഹം വിടുതലാണ്, ഐശ്വര്യമെന്ന് പറയും. ഇപ്പം ഐശ്വര്യമാണ്. ഇപ്പോൾ ഉടമ്പടി ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എസ്ഐയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൂടി എന്നെ കാണാൻ അവർ ഉടമ്പടി നീല ഉടമ്പടിക്കാരാണ്. നീല ഉടമ്പടി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഉടമ്പടി നിൽക്കുന്നവരാണ്. എന്താ, ആ വൈഫിന് ക്യാൻസറാണ്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവർക്ക് ക്യാൻസറായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എസ്ഐനെ ഓർക്കുന്നുണ്ട്. അത് എപ്പോഴും ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ലീവ് എടുത്ത് വരണത് കൊണ്ടാണ് ഞാനവരെ ഓർത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വൈഫ് വളരെ മിടുക്കിയായിട്ട് നല്ല ശരീരമൊക്കെ, അവരുടെ ക്യാൻസറിൻ്റെയൊക്കെ ഒരു ബോഡി അറിയാമല്ലോ, അതെല്ലാം മാറി അവർ മിടുക്കിയായിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ വൈഫ് മിടുക്കിയായിരിക്കണമല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം തന്നാണ് വെച്ചാന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ആ ബോഡിയിൽ ക്യാൻസർ വന്ന് എല്ലാം ഒക്കെ ഇങ്ങനെ കീമോ ഒക്കെ ചെയ്തായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെ എല്ലാം പോയതാണ്. പക്ഷേ എങ്കിലും അതുകൊണ്ട് ശരിയായില്ല. പക്ഷേ അവർ ഉടമ്പടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുകയാണ്. ഇപ്പം എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു ദൈവ അനുഗ്രഹവും മെഡിക്കൽ സയൻസ് അനുഗ്രഹവും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരു കാര്യം മെഡിക്കൽ സയൻസിൻ്റെ അനുഗ്രഹം നിനക്ക് ചിലപ്പോൾ നമുക്ക് ദൈവമാണല്ലോ മെഡിക്കൽ സയൻസ് ഉണ്ടാക്കിയത്, അല്ലാതെ ആരും ഉണ്ടാക്കിയതില്ലല്ലോ. ദൈവം ഉണ്ടാക്കിയതാണ് മെഡിക്കൽ സയൻസ്. ഡോക്ടർമാരെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പ്രഭാഷകൻ അടിവരായിട്ട് പറയുന്നുണ്ട്. വൈദ്യനെ മാനിക്കണം, കാര്യം അവനെ ഞാനാണ് വെച്ചിരിക്കണതെന്ന് പ്രഭാഷകൻ 38 പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്. നമ്മൾ മരുന്ന് കഴിച്ചാലും രോഗം സുഖപ്പെട്ടാലും റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ആ പ്രോസ്പെരിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്ന് പറയണത് ഒരു ദൈവിക നടപടിയാണ്. അപ്പോൾ അത് ഇവിടെ ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ അനുഗ്രഹം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം കൂടിയാണ്.
ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്നെയാണ് കേൾക്കണമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്നത് ആരെയാണ്? ഈ ദൈവത്തെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത് ദൈവത്തെ കേൾക്കുമ്പോൾ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിപൂർവ്വമാണ് വചനങ്ങളെ കേൾക്കുന്നത്. സാധാരണ നാട്ടുകാരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ഭക്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ അങ്ങ് സംസാരിക്കുമ്പോൾ ഭക്തിയോടെ കേൾക്കുവാൻ എന്നിൽ ഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ. ഇതിൻ്റെ അകത്ത് വരുന്നത് അതായത് ദിനവൃത്താന്ത പുസ്തകം ബൈബിളിലെ ദൈവ ഇടപെടലും നടപടിക്രമങ്ങളെ ഇങ്ങനെ ക്രോണിക്കിളായിട്ട് എഴുതി വെക്കുന്നതാണ് ദിനവൃത്താന്ത പുസ്തകം. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ ഞാൻ എഴുതി വെക്കും. അതിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതുപോലെ എഴുതി വെക്കും. ഇങ്ങനെയുള്ള എഴുതി വെക്കുന്നതിനാണ് ഓരോ കാലത്ത് സംഭവിക്കുന്ന ഓരോ സമയങ്ങൾ എല്ലാം എഴുതി വെക്കും. അതിനാണ് ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ബൈബിളിലും അങ്ങനെ ഉണ്ട് ക്രോണിക്കിൾ, ദിനവൃത്താന്ത പുസ്തകം. അതിൽ ഒന്നാമത്തെ ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകമുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം എന്താ പറയണത്? 1 ദിനവൃത്താന്തം 22:13. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതായത് ഐശ്വര്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു നടപടിക്രമം നമ്മളെന്ത് ഉടമ്പടിയിലുള്ള വിഷയം എന്താ? അവൻ പറയണത് പോലെ ചെയ്തോളാമെന്നാണ്. അതാണ് പറയണത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. നമ്മൾ ചെയ്യുന്ന ഉടമ്പടി എന്താണ്? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തോളാം. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കണത്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുക. ഐശ്വര്യം വേറൊരു വിഷയമാണ്. ഇപ്പം ജോലിയുണ്ട്, ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളെ ഇപ്പോൾ ഒരു ചെറുക്കനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു, കല്യാണം കഴിക്കാം, പക്ഷേ ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് വേറൊരു സബ്ജക്റ്റാണത്. അത് ഭയങ്കര സീരിയസ് ആണ്. അതായത് അനുഗ്രഹത്തിന് അഭിഷേകം പോലെയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണത്. ദൈവം ഐശ്വര്യം എന്നേ പറയത്തുള്ളൂ. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അനുഗ്രഹം മാത്രമല്ല, പിന്നെന്താണ്? അത് സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള യോഗ്യത കൂടിയുണ്ട്. അതാണ് ഐശ്വര്യം എന്ന് ചേർക്കണത്. നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യമാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അത് ദൈവത്തിനറിയാം. മനുഷ്യന് വേണ്ടത് എന്താണ്? അനുഗ്രഹം അല്ല. അനുഗ്രഹം കിട്ടിയാലും അത് സന്തോഷത്തോടെ അനുഭവിക്കണ്ടേ? സന്തോഷത്തോടെ അനുഭവിക്കണം. അപ്പം അതിനാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി. അതിൻ്റെ അകത്ത് ആകുലതകൾ, ആവശ്യമില്ലാത്ത ദൈവം അനുവദിക്കാത്ത ആകുലതകൾ, അനുവദിക്കുന്ന ആകുലതകൾ നമുക്ക് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നന്മയ്ക്കായിട്ട് മാറും. ദൈവം അനുവദിക്കാത്ത ആകുലത ലോകത്തിൻ്റെ അരൂപി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. അതാണ് പ്രശ്നം. ദൈവം അനുവദിക്കാത്ത ഐശ്വര്യത്തിന് വേണ്ട ഒരു കാര്യം നടപടിക്രമത്തിൽ ഒന്നെന്താണെന്നറിയാമോ? ദൈവം അനുവദിക്കാത്ത ആകുലതകളെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യണം. കർത്താവിൻ്റെ കൃപ കൊണ്ടത് ബ്ലോക്ക് ചെയ്യണം. ദൈവം അനുവദിക്കാത്ത ആകുലതകൾ. ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ജോലിയുണ്ട്. ഇപ്പോൾ ആ ശിവൻകുട്ടിയുടെ പ്രശ്നം എന്താണ്? അങ്ങർക്ക് മര്യാദക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുമുള്ള ആളാണ്. പിന്നെ എന്താ പറ്റിയിരിക്കണത്? പുകവലി കാരണം അങ്ങർക്ക് തന്നെ മനസ്സിലായി അങ്ങയുടെ ജീവിതം അങ്ങർക്ക് തന്നെ ഒരു ബാധ്യതയാണ്. ഐശ്വര്യമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് വരണത്? ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയുകയാണ്. ഉടനെ സാക്ഷ്യം നേരത്തെ കിട്ടി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി അദ്ദേഹം എടുക്കാൻ വരികയാണ്. ഇപ്പോൾ ചിലർ വിചാരിക്കുകയെ, ഞാൻ മദ്യപാന എൻ്റെ പുകവലി അവസാനിപ്പിക്കാനാണല്ലോ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ പോകാതെ തന്നെ ഡൽഹി വെച്ച് തന്നെ ബാത്റൂമിൽ വെച്ച് മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്തു, ഇനി പോകണ്ട, പിന്നെ പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് തട്ടാമുട്ടിയും തരികിടയും പറഞ്ഞ് പുള്ളി ഡൽഹി തങ്ങിയില്ല. അവിടെയാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. എന്താ കാര്യം? ദൈവം ആ മനുഷ്യനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ
ആ മനുഷ്യനെ അനുഗ്രഹിക്കാൻ കാരണം എന്താണ്? ദൈവത്തിന് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. എന്താ കാര്യം? അദ്ദേഹം മുൻകൂർ അനുഗ്രഹിച്ചാലും ഇവിടെ വന്ന് ഉടമ്പടി അദ്ദേഹം എടുക്കുമെന്ന് ഈ ശിവൻകുട്ടിയിലെ കർത്താവ് അങ്ങ് വിശ്വസിക്കുന്നു. അതാണ് വിഷയം. അപ്പോഴാണ് ഒരു പ്രോബ്ലം വരണത്. കാര്യം ദൈവത്തോട് ഇടപെടുമ്പോൾ പൊട്ടങ്കളിയുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇനി കിട്ടാളെ കിട്ടിയാലേ ഇനിയിപ്പോൾ പിന്നെ ആട്ടെ എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ചേച്ചി അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അതിന് എപ്പിലെപ്സി, അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, എൻ്റെ അനിയത്തിയോട് മാറ്റി നിർത്തി പറഞ്ഞു, കൊച്ചിനെ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കൊച്ചിനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കുഞ്ഞിനെ കിട്ടിയേ മതിയാകത്തുള്ളൂ, കുഞ്ഞിനെ കിട്ടാതെ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല. എപ്പിലെപ്സിയാണ്, കൊച്ചിന് ശ്വാസം കിട്ടണില്ല, കുറേ ഡാമേജൊക്കെ ആയിപ്പോയി. അപ്പോൾ കൊച്ചിന് ബോധമില്ലാത്തപ്പോൾ ഇവർ തന്നെത്തായിരുന്നു പറയണം. അവർ ഉടമ്പടി ഓൺലൈൻ എടുത്തുകയോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നിട്ട് ഇവർ ഒറ്റക്ക് പറയുകയാണ്, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഈ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയും. കാര്യം ഡോക്ടറിൻ്റെ വാക്കല്ല, ഞാൻ വിശ്വസിക്കണത് നിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിന് ബോധമില്ലാതെ കുഞ്ഞ് ഒരു 3 ദിവസം ബോധമില്ലാതെ കിടന്ന്. പക്ഷേ ഇവരവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച കുഞ്ഞ് ബോധം വെച്ച് അത് ജീവനിലേക്ക് വന്നിട്ട് അവരിവിടെ വന്ന് സാക്ഷ്യം വരുമ്പോൾ അവർ പറയണത്, അമ്മ ഒരു ദിവസം താമസിച്ചു പോയെന്ന്. ഞാൻ ഒരു ദിവസം അറിയാതെ പ്രത്യേക ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ താമസിച്ചു പോയി. അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞത്. എൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ അമ്മയെടുത്ത് സാക്ഷ്യം പറയാൻ. പക്ഷേ ഒരു ദിവസം താമസിച്ചു പോയി. പക്ഷേ എന്നാലും ആ ആത്മാർത്ഥത നിലനിൽക്കുന്നുണ്ട് അവിടെ. ഇതെച്ചാൽ ദൈവവുമായിട്ടൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആൾക്കാർ ഈ നിങ്ങൾ സംസാരിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഇപ്പം ഇങ്ങനെ പൊട്ടക്കണ്ണൻ്റെ മാവട്ട് എറിഞ്ഞിട്ട് ഒക്കട്ടെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ കാലം മാറിപ്പോയി. ആൾക്കാർ ഡയറക്റ്റ് ദൈവമായിട്ട് സംസാരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും പേര് വിളിച്ച് അമ്മയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. നേരെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുക. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി വളരെ ശക്തമായ രീതിയിൽ നമുക്കത് അനുഭവവേദ്യമാകുന്നുണ്ട് ആൾക്കാർക്ക്. ഒരു വ്യക്തി എന്ന നിലയിൽ അതായത് കാര്യം കർത്താവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം നീ പ്രാർത്ഥിക്കുന്ന മുമ്പേ 65-ാമത്തെ വചനത്തിലല്ലേ 65 ഐസയ സുദിത്യ മക്കളെ യേശുവേ സ്തോത്രം ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശയ്യ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു അവസ്ഥ. എന്താണ്? യെശയ്യ 65:24 ഒന്ന് ഏറ്റു പറഞ്ഞ വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും. അടുത്ത വചനം എന്താ? പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. അതാണ് സിറ്റുവേഷൻ. ദൈവത്തിൻ്റെ ഒരു രീതി അതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ എവിടെയാണ് നമുക്ക് സങ്കടവും വിഷമവും വേദനയും ഉള്ളത് ആ മേഖലയിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ അതെന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹം മേടിക്കുന്ന ആൾക്കാരെല്ലാവരും ഫെയ്ത്ത്ഫുള്ളാണ്. ഇപ്പോൾ ഇവിടെ വരുന്നിരിക്കുന്നത് ഫെയ്ത്ത്ഫുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഉടമ്പടി ഉഴപ്പണുണ്ട്. പക്ഷേ വെടിക്കിട്ട് വലിയ നിലവാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്ന ആൾക്കാർ ഉടമ്പടി ഉഴപ്പാതെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഉടമ്പടി ഒന്ന് നേരെ ചൊവ്വേ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി വരാൻ ചിലപ്പോൾ 1-2 മാസം വരും. ചിലപ്പോൾ പുതുക്കി കഴിഞ്ഞ് മാത്രമേ അത് ആദ്യത്തെ ഉടമ്പടി അവരുടെ രീതികൾ കാരണം അത് ചെയ്താൽ മതിയല്ല, പ്രാർത്ഥനയല്ലേ, ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ല, ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാദപ്പനിക്കാരെ പോലെ നിങ്ങൾ വിറച്ചും തുള്ളിയൊക്കെ അങ്ങനെ ഇരിക്കും. അത് പക്ഷേ ചില ആൾക്കാർ വെടിക്കെട്ട് പോലെ ഉടമ്പടി എടുത്തത് ഒരു ഭാഗ്യമെന്നും പറഞ്ഞു അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും.
അതാണ് വ്യത്യാസം എന്ന് പറയണത്. ആ വ്യത്യാസം പറയുമ്പോൾ അതിന് സ്പീഡിന് നമ്മൾ കാണിക്കുന്ന ആ വിശ്വസ്തതയാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയണത്. ഉടമ്പടിയുടെ ഒരു സ്പീഡ് ടൈം ഷോർട്ടണിങ് എന്ന് ഞാൻ പറയത്തില്ലേ. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ പറയണ പോലെ ചെയ്യുന്ന സ്പീഡാണ് വിഷയം. നമ്മളാണ് ഈ ടൈം ഷോർട്ട് ചെയ്യിക്കുന്നത്, അല്ല ദൈവമല്ല. ദൈവം ടൈം ഷോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ അത് നടപ്പിൽ വരുത്തണം. ചില ആൾക്കാർ പത്രവും വെച്ചിട്ട് അങ്ങനെ കണ്ടും കേട്ടും ഇതിപ്പോൾ മഴയാണല്ല, മഴ തീരട്ടെ, മഴ കഴിയുമ്പോൾ അവർക്ക് നാളെ പോകണമെന്നുണ്ട്, ഏലം നാളെ അനിയത്തിൻ്റെ വീട്ടിൽ പോകണ്ടല്ലോ, ആ വഴിക്ക് പള്ളിയിലും പോകാം, ഒക്കെ ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നിരുന്നിരുന്ന് 30 ദിവസം കൊണ്ടേ ആ പത്രം കൊടുത്ത് തീർക്കത്തുള്ളൂ. കാര്യം നമ്മൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ചെല്ലുമ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കും. എല്ലാ വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ അവരൊക്കെ അതിനെക്കുറിച്ച് അവരുടെ കൃപയുടെ നിലവാരം കുറച്ച് കൂടുതലാണ്. മറ്റുള്ളവർക്ക് ഒരു ഇരുട്ട് തപ്പി കളിക്കും. ഇപ്പം കൊടുക്കണ, പള്ളി കൊടുക്കണ, വീട്ടിൽ കൊടുക്കണ, അത് നാട്ടിൽ കൊടുക്കണ, അത് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലത്ത് കൊടുക്കണ, അറിഞ്ഞ സ്ഥലത്ത് കൊടുത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, ഇങ്ങനെ കുറേ ഉടായ്പൊക്കെ പറഞ്ഞങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കും. ഇതാണ് നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം. അത് നിങ്ങൾ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അവരെന്തുകൊണ്ട് ഇത് പെട്ടെന്ന് അവർക്കുറിച്ച് ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ചിലരോട് പറയും, ഉടമ്പടി കൃത്യമായിട്ട് പോകുന്ന ആൾക്കോട് പറയുവേ, ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി മൈൻഡ് ചെയ്യുമെന്ന് പറയും. ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി അതെനിക്ക് കളി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഈ ദൈവം ചില സമയത്ത് വെച്ചൊരു ടെസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇതിൻ്റെ അകത്ത് ഒരു മൊഡ്യൂൾ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ഇതിൻ്റെ അകത്ത് ഇതൊരു വിഷയം പോലും ആക്കരുത്, നീ മുന്നോട്ട് പോകാൻ പറയും. കാര്യം ഈ വിഷയം പോലും ആക്കരുത്, നമ്മൾ വിഷയമാക്കിയ പണിയാണ്. കാര്യം ഇവരുടെ സമയമാകുമ്പോൾ കർത്താവ് അത് സെറ്റ് ചെയ്തിരിക്കും. അതിന് നമ്മളുടെ കഴിവൊന്നും വേണ്ട. ഇവിടെ ആൾക്കാരൊക്കെ ഇത് സെറ്റ് ചെയ്യണത് അവരുടെ കഴിവ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്, അല്ല, മെറിറ്റ് വെച്ചിട്ടല്ല. ഇപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ തന്നെ ഉടമ്പടിയായി. കൃപ നിറഞ്ഞവളെ സ്വസ്തി, ഇപ്പം ലൂക്ക 1:28 അത് ഉടമ്പടിയാണ്. ദൈവം അമ്മയോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. എന്താണ്? കർത്താവ് നിന്നോട് കൂടെ എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ ഒരു സംഭവം പ്രസൻസാണ്. ആദ്യം അനൗൺസ് ചെയ്യുന്ന പ്രസൻസാണ്. ഉടമ്പടിയിൽ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളെ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതിന് കുറേ അധികം ആദ്യം ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ റോഡ് ഒരു കറണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വരികയാണെങ്കിൽ ആദ്യം എന്താ വരണത്, വഴി അല്ലെങ്കിൽ റോഡ് വരും അല്ലേ. എന്നിട്ടാണ് പിന്നെ വെള്ളമൊക്കെ ആ റോഡിൻ്റെ സൈഡിൽ കൂടി വെള്ളവും ഫോണൊക്കെ വരും, കേബിളൊക്കെ വരും. ആദ്യം വന്നത് എന്താ, റോഡാണ് വരണത്. വികസനത്തിൻ്റെ ആദ്യമായിട്ട് വരണത് എന്താണ്, റോഡ്. പിന്നെ അതിൻ്റെ കൂടെ എവിടെയെങ്കിലും തോടൊക്കെ ഉണ്ടെങ്കിൽ പാലം. ഇത്തരം സാധനം വന്നിട്ടാണ് പിന്നീട് കറണ്ടൊക്കെ വരണത് അല്ലെങ്കിൽ കേബിൾ വരണത്. അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം വരണത് എന്താ, പ്രസൻസാണ്. അതെപ്പോഴും അറിഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. ഉടമ്പടിയുടെ പാക്കേജിലും പ്രോമിസിലും ഉള്ളതാണ് പ്രസൻസ്. എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഇതാണ് ഈ ആൾക്കാർക്ക് ധൈര്യമൊക്കെ വരുന്നത്. പെട്ടെന്ന് ധൈര്യമൊക്കെ വരത്തില്ലേ ചില ആൾക്കാർക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആ ചേട്ടത്തി എന്താ ചെയ്തിരിക്കണത്, ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഉടനെ മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്. എന്താ കാര്യം, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി വിളിച്ച്, മുഖ്യമന്ത്രി എടുക്കണില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞായിരുന്നു, കേട്ടില്ലേ. മുഖ്യമന്ത്രി എടുക്കണില്ല, വകുപ്പ് മന്ത്രിക്ക് വിളിച്ച് വകുപ്പ് മന്ത്രി എടുത്ത്. എന്താണ്, ആരാണ്? സാറേ 27 കൊല്ലമായി ഞങ്ങൾ ഇവിടെ നിരയിക്കുന്നത്, ഇത് വല്ല സമാധാനം ഉണ്ടാക്കുമോ? അതോ ഞങ്ങൾ കോടതിയിൽ പോണ? ആൾ മാറി, വിഷയം മാറി. ഇത്രയും നാൾ ഈ ധൈര്യം ഇവിടെ പോയി. അവരുടെ സ്ഥലമെടുത്ത് ഗവൺമെൻറ് 17 കൊല്ലം 27 കൊല്ലമായി 27 വീട്ടുകാർ വഴിയാധാരമായി. ആ സ്ഥലം ഗവൺമെൻറ് എടുക്കണമില്ല. അവർക്ക് അവിടുന്ന് മാറി താമസിക്കാൻ പറ്റണമില്ല. കുറേ ആൾക്കാർ പെട്ട വിലക്ക് അത് വിറ്റിട്ട് താഴെ പോയി വേറെ സെൻറ്റൊക്കെ വാങ്ങിച്ച് താമസിക്കുകയാണ്. ഇവർ 6 വീടുകാരായി. ബാക്കി 27 വീട്ടിൽ 6 വീടേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ മലമുകളിൽ. അപ്പോൾ മറ്റവരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ കാടൊക്കെ പിടിച്ച് പിന്നെയും കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ജീവിക്കാൻ പറ്റണില്ല.
ആ ഗവൺമെൻറ് എടുക്കത്തില്ല. ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഒമിറ്റ് ചെയ്ത് അവോയ്ഡായി. അപ്പോൾ ഇവരെന്താ ചെയ്തത്? അവർ വന്ന് ഉടമ്പടി ചെയ്തു അമ്മേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, എന്തെങ്കിലും ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവർ നേരെ വീട്ടിൽ ഉടമ്പടി ചെയ്ത് വീട്ടിൽ കണ്ണൂർ താമരശ്ശേരി ചെന്ന് വെച്ച് പെട്ടെന്ന് വിളിക്കണത് എന്താ? മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ്. അത്രയും നാൾ മുഖ്യമന്ത്രിയോടെ വിളിക്കണം എന്നുള്ള ചിന്ത അവിടെ നിന്ന് പോയി. അപ്പം മുഖ്യമന്ത്രി എടുത്തില്ല. ഉടനെ പറഞ്ഞ് വകുപ്പ് മന്ത്രി വിളിച്ചേ, അവിടെ ആരാണ് അന്ന് മണിസാറായിരുന്നു, ഉടനെ വിളിച്ചേ, സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. അവർ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ കോവിഡാണ്, എങ്ങനെ വരുമെന്ന് ചോദിക്കും. ഇപ്പോൾ കോവിഡാണ്, ഞങ്ങൾക്ക് വരാൻ സാർ കാണാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും വിടാൻ പറഞ്ഞു. ആരെങ്കിലും വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയർമാനെ വിളിച്ച് സെറ്റായി പറഞ്ഞ് ഗവൺമെൻറ് ഈ പ്രോജക്റ്റ് ഒഴിവാക്കിയതാണെന്ന് പറയും. അപ്പോൾ ഉടനെ പറയാം അവർ പറഞ്ഞ കേട്ടില്ല, അവർ കേസിന് പോകുന്നതാണ് പറയണത്. അങ്ങനെ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജനപ്രതിനിധി രീതിയിൽ അവിടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ഇപ്പോൾ ഉണ്ടാക്കണത് 3 ദിവസത്തിനുള്ളിൽ ആ സ്ഥലം വിറ്റ് മാറ്റണതാണ്. ഗവൺമെൻറ് എടുക്കുകയാണ്. 3 ലക്ഷം രൂപക്കാണ് ഗവൺമെൻറ് എഗ്രി ചെയ്തിട്ട് എടുക്കാതിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏക്കറിന് 37 ലക്ഷം രൂപ വെച്ചാണ് ഗവൺമെൻറ്. അത് വെറും ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കാര്യം നടന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇതിനകത്ത് വരുന്ന ഈ സാക്ഷ്യത്തിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? 1 മേജർ സബ്ജക്റ്റ് ഉടമ്പടി കൈകാര്യം ചെയ്യുന്ന ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്. 1-2 കഷ്ടപ്പെട്ടാലും നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം നിങ്ങളുടെ ആസ്തി ഭദ്രതയായിട്ട് മാറുകയാണ്. നിങ്ങളിപ്പോൾ കർത്താവിന് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നില്ലേ? രാവിലെ വെളുപ്പിന് കഴിഞ്ഞ ദിവസങ്ങൾ കുമളിയിൽ നിന്നൊരു രോഗി ഇവിടെ വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് മക്കളൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ച്. പറഞ്ഞു 3 മണിക്ക് ഇറങ്ങി വെച്ചാന്ന് ചോദിച്ചു. ഭയങ്കര മഴയായിരുന്നു വെച്ചാന്ന്. 3 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ 7:15 വന്ന് കുർബാന കൂടാൻ ഒത്തിയെന്ന് പറയും. 7:15 വന്ന് കുർബാന കൂടാനൊത്ത്. ആ വർത്തമാനത്തിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. 7:15 വന്നു. പിന്നെന്താ പറയണത്? കുർബാന കൂടാൻ ഒത്തു. അത് വലിയ ഒരു കാര്യമായിട്ടാണ് അവർ പറയണത്. കുർബാന കൂടാൻ ഒത്തില്ലെങ്കിൽ ഇന്ന് കുർബാന കൂടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൽ വല്ല കുഴപ്പമില്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടേക്കാണ് പണി മേടിക്കണത്. അവരെന്താ പറയണത്? 7:15 വന്നു. പിന്നെന്താ പറയണത്? കുർബാന കൂടാൻ ഒത്തു എന്ന് പറയണത് അത് അവരും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. കുർബാന കൂടില്ല, കുഴപ്പമില്ല, ഉടമ്പടി എടുക്കാൻ ഒത്തല്ല എന്ന് പറയണതാണ് സാധാരണ ആൾക്കാർ പറയണത്. കുർബാന നമ്മുടെ പള്ളിയിലും ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും കൂടിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. ഇവർക്കൊക്കെ ഒരു ആന്തരിക ബന്ധമുണ്ട് ദൈവവുമായിട്ട്. ആന്തരിക ബന്ധം ദൈവമായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തിബന്ധമാണ്. പക്ഷേ ബരിദ് എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞില്ല, ഉടമ്പടി എന്ന് പറയുന്ന ഹീബ്രു വാക്കിന് റിലേഷനാണ്. പക്ഷേ ഈ റിലേഷൻ എന്ന് പറയണത് എന്താണ്? നമുക്ക് എല്ലാവരും ആയിട്ട് റിലേഷനൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ ചില റിലേഷൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് റിലേഷനാണ്. നിങ്ങൾ അമ്മയും മകൾക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ അല്ലേ? സെക്കൻഡ് ഹാൻഡ് റിലേഷനുണ്ട് അല്ലേ? അത് അമ്മയുടെ അനിയത്തിൻ്റെ കസിൻസ് സെക്കൻഡ് ഹാൻഡ് റിലേഷനാണ്. പിന്നെ അങ്ങനെ പോകും. ദൈവവും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫസ്റ്റ് ഹാൻഡാണോ സെക്കൻഡ് ഹാൻഡാണോ? അതൊരു സീരിയസ് ആണ്. അങ്ങനെ ചിന്തിക്കണം. കാര്യം ഇത് വ്യക്തിയല്ലേ, വ്യക്തിയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ റിലേഷൻ എൻ്റെ കപ്പാസിറ്റി നോക്കണം. റിലേഷൻ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന നമ്മൾ നടത്തിയില്ലെങ്കിൽ നാളെ മറ്റേ നടത്താം, അല്ലെ വെളുപ്പിന് എഴുന്നേറ്റ് ചെല്ലാം എന്ന് പറയണത് എന്താണ്? ഒരു കസ്റ്റം, ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരാത്മീയ അനുഷ്ഠാനം. അതെപ്പോഴെങ്കിലും അതിൻ്റെ കടമ, അതിൻ്റെ ചടങ്ങ് നിർവഹിക്കണം എന്ന് പറയണതാണ്. ദൈവത്തെ ഒരു ചടങ്ങിൻ്റെ രീതി കൊണ്ടുവരുമ്പോൾ കൃപാപ്രാർത്ഥന നടന്നില്ലെങ്കിൽ നാളെ ഇനി വല്ല പട്ടിയാവെല്ലാം കടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് എടുത്തിട്ട് കൃപാപ്രാർത്ഥന ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് റിലേഷൻ്റെ പ്രശ്നമാണിത്. അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളെ കൃപാപ്രാർത്ഥന നടത്തില്ലെങ്കിൽ നാളെ വണ്ടി ഇടിക്കാൻ പോകണമെന്ന് അതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ആൾക്കാർ തന്നെത്തായിരുന്നു പേടിക്കുകയാണ്. അതല്ല, മറിച്ച് നിങ്ങളുടെ റിലേഷനാണ് പ്രശ്നം. നീയും ദൈവവുമായിട്ട് ഉള്ള ബന്ധം, ഈ ബന്ധത്തിൻ്റെ കപ്പാസിറ്റി. ബന്ധം പലതും ഉണ്ടാവും. ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് റിലേഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ഹാൻഡിന് മുകളിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു റിലേഷനാണ് വേണ്ടത് ഇവിടെ. കാര്യം അത് ഈശോ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ ഇങ്ങനെ മനുഷ്യനെപ്പോലെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനെ മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ നിങ്ങൾ കരുതിയിട്ട് കാര്യമില്ല
എന്താണ്? എന്നെക്കാൾ ഉപരി സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതാ സംഭവം. ഈ ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, പ്രൈമറി പ്രയോറിറ്റിയിലാണ് വരേണ്ടത്. റിലേഷൻ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യണത് നല്ലതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അപ്ഡേഷൻ ചെയ്യത്തില്ലേ ചില ആൾക്കാർ? ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ദൈവമായിട്ട് റിലേഷൻ, ഫസ്റ്റ് ഹാൻഡ് റിലേഷൻ അപ്പനും മകളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവൊക്കെ ഫസ്റ്റ് ഹാൻഡ് റിലേഷൻസാണ്. കസിൻസ് സെക്കൻഡ് ഹാൻഡ് റിലേഷൻസാണ്. പക്ഷേ ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് പ്രയോറിറ്റി ആയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി, ആദ്യം കർത്താവിന് പ്രാധാന്യം. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ തോമസ് മൂറൊക്കെ മരിക്കാൻ നേരത്ത് ഭാര്യയും കുഞ്ഞും വന്ന് പറയല്ലേ, പപ്പ ഒന്ന് സമ്മതിക്കും, പപ്പ രാജാവിൻ്റെതാണ്, മതമാണ്, കറക്റ്റൊന്ന് സമ്മതിക്കും, പപ്പയ്ക്ക് വൈസ്രോയായിട്ട് അംബാസഡറായിട്ടൊക്കെ ഇരിക്കുമല്ലോ, ഞങ്ങൾക്കും ഒരു വലിയ നിലയും കിട്ടും, പപ്പനെ കാണാമല്ലോ. അപ്പോഴ് തോമസ് മോർ ചോദിക്കും, ശരി ഞാൻ രാജാവിനെ അംഗീകരിക്കാം. എത്ര കൊല്ലം കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വൈഫിനോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ 20 കൊല്ലം കൂടി ജീവിക്കാൻ പറ്റത്തില്ലേ? 20 കൊല്ലം അല്ലേ? 20 കൊല്ലം ജീവിക്കാൻ പറ്റുമല്ലേ? എനിക്ക് വേണ്ടത് 200ഉം 2000 അല്ല, നിത്യതയാണ് വേണ്ടതെന്ന് പറയും. നിത്യതയാണ് വേണ്ടത്. ആ മനുഷ്യൻ രക്തസാക്ഷിയായത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു റിലേഷൻ ബേസ് വന്നപ്പോൾ വിശുദ്ധ തോമസ് മൂറിനെ വൈഫിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത് ദൈവമായി. ഇതാണ് ഫസ്റ്റ് ഹാൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഉടമ്പടി എന്താ ഞാനിത് ഇവിടെ പറയാൻ കാര്യം വെച്ചാൽ, ഉടമ്പടി ഒരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ ഒരു ബോധം ഉണ്ടാണ്. നീ ഒരു വ്യക്തി, നിൻ്റെ ദൈവം വേറെ ഒരു വ്യക്തി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ഒരു എഗ്രിമെൻറ്റിന് തയ്യാറായി നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ ചരിത്രമാണ് ബൈബിള്. ദൈവം ഒരു എഗ്രിമെൻ്റ് എന്ത് ബേസിൽ നമ്മളും ദൈവമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യാൻ. പണ്ട് എലി കുളിച്ചോണ്ട് വന്നപ്പോൾ, അങ്ങനെ കഥയാണ് കേട്ടോ, ഞാൻ ഇടയ്ക്ക് കഥ പറയാറില്ല, ഞാൻ പെട്ടെന്ന് ഓർത്ത പറഞ്ഞാൽ, എലി കുളിച്ചോണ്ട് നിൽക്കുകയാണ് പുഴയിൽ. കുളിച്ച് കയറിയപ്പോൾ എലിയുടെ നിക്കറ് കാണാനില്ല. അപ്പം എൻ്റെ നിക്കറെന്ത് വെച്ചാൽ എല്ലാവരും നോക്കറുണ്ട്. അപ്പോഴാണ് ആന വന്നത്. ആനയോട് ആന എൻ്റെ നിക്കറെടുത്താന്ന് ചോദിച്ചു. കഥ മനസ്സിലായില്ലേ? എന്താണ്? എലിയുടെ നിക്കറൊക്കെയാണ് ആനക്ക് പാകമാകണത്. ആനയോട് എലി ചോദിക്കണേ എൻ്റെ നിക്കറെടുത്താന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എലിയുടെ നിക്കർ ആനക്ക് പാകമാകുക. ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലെ പ്രപ്പോർഷൻ. പിടിയിട്ടില്ലേ? ഈ ആളിനോട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എഗ്രിമെൻ്റ് ചെയ്യാൻ പറയണത്. ദൈവം നമ്മളുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യാൻ നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് അല്ല. ആണോ? ദൈവവും നമ്മളും തമ്മിൽ ഈക്വൽ പാർട്ട്നേഴ്സാണോ? അല്ല. എന്നിട്ട് പ്രൈമറി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ദൈവം നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ എഗ്രിമെൻറ്റിനെ കുറിച്ചല്ല പറയണത്. മാത്രമല്ല ബൈബിൾ മൊത്തം എഗ്രിമെൻറ്റാണ്. ബൈബിൾ മൊത്തം ഉടമ്പടിയാണ്. ഉടമ്പടി പുസ്തകം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഉടമ്പടി പുസ്തകം എന്ന് പറയുന്നത് കൃപാസനത്തിലെ പുസ്തകത്തിനാണ് പറയണത്, അല്ലേ? പണ്ട് ബൈബിളിനെ വിളിച്ചിരുന്ന പേര്, മോസസ് പോലും ബൈബിളിനെ വിളിച്ചത് ഉടമ്പടി പുസ്തകം എന്നാണ്. നമ്മൾ അറിയണമെങ്കിൽ 24:7 പുറപ്പാടിൻ്റെ പുസ്തകം 24:7 അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അതാണ് ഉടമ്പടി. എപ്പടി കിട്ടില്ലേ? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അതാ പരിശുദ്ധ അമ്മ പറഞ്ഞതല്ലത്. ബൈബിൾ ഒരു ഉടമ്പടി പുസ്തകമായിരിക്കുമ്പോൾ ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഉടമ്പടി ചെയ്യാൻ, നമ്മളല്ല. നമ്മളും ദൈവവുമായിട്ട് ഈക്വൽ പാർട്ട്നേഴ്സ് അല്ല ഉടമ്പടി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അറിയാമല്ലോ, ഈ ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നത് ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നത്, ദൈവം നൽകിയത് ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. പക്ഷെ ഒന്നും ചോദിച്ചില്ല, അഡ്വാൻസോ ഒന്നും ചോദിച്ചില്ല. ബാക്കി എല്ലാത്തിനും നിബന്ധനകളുണ്ട്.
ക്രിസ്തുവിന് നൽകാൻ വേണ്ടി നമ്മളോട് നിബന്ധന ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഇപ്പം നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല, മരിയൻ ഉടമ്പടിക്ക് നിബന്ധന ഉണ്ട്. രോഗികളെ സന്ദർശിക്കണം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശ്വം നിങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് നിബന്ധന പറയും. പക്ഷേ ക്രിസ്തുവിനെ ആണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം. ആരാണ്? ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ക്രിസ്തുവാണ്. പക്ഷെ ക്രിസ്തുവിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി ദൈവം ഉടമ്പടി ചെയ്യുമ്പോഴേ ദൈവം ഒരു നിബന്ധനയും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് ഫ്രീ ഗിഫ്റ്റാണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. കാര്യം എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന് വില വെക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എന്ത് കൊടുക്കും വിലയായിട്ട്? എന്ത് കൊടുക്കും വിലയായിട്ട്? അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ ലോകരാശിയെ വീണ്ടെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് എന്ത് വില കൊടുക്കും? അതുകൊണ്ട് നമ്മളോട് നിബന്ധനകളില്ല. നിബന്ധനകളില്ലാത്ത ഒറ്റ ഉടമ്പടിയേ ഉള്ളൂ. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. അവിടെ നിബന്ധനകളില്ല. ഐസായിലൂടെയാണ് അത് വെളിപ്പാക്കുന്നത്. ഐസായിലൂടെയാണ് ദൈവം ദാവീദിനോട് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്ന ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ദാവീദിനെ പുത്രനൊക്കെ വിളിക്കണതിൻ്റെ കാരണം അതാ. 2 സാമുവേൽ 7, അതായത് 12 തൊട്ട് വായിക്കാം. 2 സാമുവേൽ 7:12. ദിനങ്ങൾ തികഞ്ഞു, നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഔരസപുത്രൻ ആരാണ്? സോളമനാണ്. സോളമൻ്റെ രാജ്യം സുസ്ഥിരമാക്കുന്നതിനെക്കുറിച്ചാണ് പറയണത്. എന്നിട്ട് പിന്നെ 13 പറയാൻ എന്താണ്? അവൻ നിനക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം എന്നേക്കും സുസ്ഥാപിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സോളമൻ്റെ രാജസിംഹാസനം സുസ്ഥാപിതമായില്ല. ജെറോവാം ജക്കോവാം എന്നും പറഞ്ഞ് 2 മക്കൾ ജനിച്ചിട്ട് തമ്മിലടിച്ച് ഇസ്രായേലും യൂദയാൻ 2 രാജ്യങ്ങളുണ്ടായിരുന്നു. അന്യാധീനപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പക്ഷേ കർത്താവ് അത് താഴെ നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കാം. അതായത് 16-ാമത്തെ വചനം. 2 സാമുവേൽ 7:16 വായിച്ചോളൂ. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് ലൂക്ക 1:32 അമ്മയോട് മാലാഖ പറയണത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:32 സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ പിതാവായ ദാവീദ്. ഇത് മറിയത്തോട് മാലാഖ പറയുന്ന മംഗളവാർത്തയാണ്. അത് ദാവീദിനോട് ഏലിയ പ്രവാചകൻ വഴി അരുളി ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉടമ്പടിയുടെ സഫലീകരണം സംഭവിക്കുന്ന മംഗളവാർത്തയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെനിക്ക് മനസ്സിലായോ? അതായത് ദൈവം ഉടമ്പടി മാത്രമേ ലോകത്ത് ചെയ്തിട്ടുള്ളൂ. ദൈവവും മനുഷ്യനും തമ്മിൽ എല്ലാ ഇടപാടുകളും എല്ലാം ഉടമ്പടി ബേസ്ഡാണ്. ഈവൻ ദ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു വരെ ഉടമ്പടിയുടെ ഭാഗമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉടമ്പടിക്കുള്ള ക്രിസ്തുവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം ചെയ്ത എന്താണ്? നിബന്ധന ഒന്നും പറഞ്ഞില്ല. കാരണം എത്ര നിബന്ധന എടുത്താലും ക്രിസ്തുവിനത് പകരമാകാത്തതുകൊണ്ട് ആ ഒറ്റ കാര്യത്തിന് മാത്രമേ നിബന്ധനയില്ലാതുള്ളൂ. എന്താ പറഞ്ഞാൽ അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല, അതാണ് സുസ്ഥിരമായിരിക്കും. അത് ദാവീദിനോട് പറഞ്ഞതാണ്. ഈ ഉടമ്പടി കേട്ടപ്പോഴാണ് ദാവീദ് ഉടുപ്പ് വരെ ഉരിഞ്ഞ് കളഞ്ഞുകൊണ്ട് വാഗ്ദാന പേടകത്തിൻ്റെ തുള്ളാൻ കാര്യം ഈ ഒറ്റ കാര്യമാണ്. ദാവീദിൻ്റെ സാവോളിൻ്റെ മകള് വിക്കാല, അവളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇയാളെ ആഭാസനം എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. അപ്പോൾ പറയും ഞാൻ ഇനിയും തുള്ളുവഴി. അവൾ പറയും, അവളെ മട്ടുപ്പാടെന്ന് പറയും, എന്ത് പോങ്ങനാണ് ഇയാൾ ഇയാൾ രാജാവല്ലേ, ഇയാൾ തുണിയില്ലാതെ നാട്ടുകാരുടെ മുമ്പ് തുള്ളണോ? അപ്പോഴവൾ കണ്ണു വിഴിക്കും പൊഴിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു നീ പൊഴിയെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിലാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത്. കർത്താവ് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഞാനൊരു ആട്ടിടയനായിരുന്നു, എന്നിട്ട് എന്നെ കർത്താവ് ഇവിടം വരെ ഉയർത്തിയപ്പോൾ എൻ്റെ കുടുംബത്തിന് അന്ത്യമില്ലാതെ രക്ഷകൻ വരെ എൻ്റെ കുടുംബത്തിൽ ജനിക്കണം. ഞാൻ ഇനിയും
ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ച് ഡാൻസ് ചെയ്യും. ഉടമ്പടി ഒരു ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാഗ്ദാനം ഉറപ്പാണ്. ദാവീദ് എന്തുകൊണ്ടാണ് ഈ വസ്ത്രം വരെ അഴിച്ചിട്ട്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹം അതായത് ദൈവം സന്തോഷം കൊണ്ട് ചെയ്യണ ഒരു കാര്യമാണത്. സന്തോഷം കൊണ്ട്, അതായത് വാഗ്ദാന പേടകത്തിൻ്റെ ചുറ്റുവിള കറങ്ങി നടന്ന് ഡാൻസ് കളിക്കും. എന്തിനാണ് പറഞ്ഞത്? ഈ ഉടമ്പടി എടുത്തതിനെ അത്രയും അദ്ദേഹം വിശ്വസിച്ചതിലേ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിറവേറുന്നത്. പക്ഷേ അത് നിറവേറിയതുപോലെയാണ് ഈ മനുഷ്യൻ ഡാൻസ് കളിക്കണത്. അതെന്ന് പറയുന്നത് അമ്മയെ കാണുമ്പോൾ എലിസബത്ത് എന്താ പറയണത്? അമ്മയെ കാണുമ്പോൾ എലിസബത്ത് എന്താ പറയണത്? മേരി, കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതാണ് സംഭവം. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ എന്താ ഉദ്ദേശിക്കണത്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തുള്ളിച്ചാടണം. എന്താണ്? അതർ പാർട്ടി, കൗണ്ടർ പാർട്ടി, നിങ്ങളുടെ ഇരിക്കൽ പാർട്ട്ണറായി നിൽക്കുന്ന ആൾ വിശ്വസ്തനാണ്. ഈശോയെ കണ്ട ആൾക്ക് അനുഗ്രഹം പ്രാപിച്ച ആൾക്കാരില്ല. കാനങ്കാരിയൊക്കെ എന്താ ചെയ്യുക? കാനങ്കാരിയുടെ വിശ്വാസം, അതായത് 15 നമ്മുടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15:22 വായിച്ചോളൂ. മത്തായി ശ്ലീഹ 15:22. സ്തുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. കാനങ്കാരി പറയണതാ അല്ലേ? എന്നാ സംഭവിച്ചിരിക്കണ അവൾക്ക്? വായിച്ചോളൂ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇവിടെ വെച്ചാൽ ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ യേശുവിനെ വിളിക്കാൻ തന്നെ ഉടമ്പടിയുടെ ദൈവപുത്ര എന്നാണ് വിളിക്കണത്. ഉടമ്പടിയാണ് അവിടുത്തെ വിഷയം. ദാവീദുമായിട്ട് യേശു കണക്ട് ചെയ്യണത് ഉടമ്പടി പ്രകാരമാണ്. യേശുവിനെ ലോകത്തിലേക്ക് പാപത്തിൻ്റെ പരിഹാരമായി അയക്കാൻ പോകുന്നത് യൂദയ വംശത്തിലാണ്, ദാവീദിൻ്റെ ഗോത്രത്തിലാണ് എന്ന് പറയണത് ഏലിയ പറയണത് ദാവീദിനോടാണ്. നാഥാൻ പറയണത് ദാവീദിനോടാണ് പറയണത്. അപ്പം ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഉടമ്പടിയുടെ ദൈവമേ എന്നാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വിശ്വാസിയായാലും, അതായത് നിങ്ങൾ ഏത് തരത്തിൽ ഏത് ഡിനോമിനേഷനുള്ള ആൾക്കാരായാലും ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു പൊതു പദ്ധതി പ്രകാരമാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ആ ഉടമ്പടിയിലുള്ളതാണ് നമുക്ക് ആനുകൂല്യവും അനുഗ്രഹവും എല്ലാം ഉറപ്പ് വരുത്തുന്നത് ഉടമ്പടിയാണ്. അതിൽ വിശ്വാസം നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്ക് മെറിറ്റില്ലായിരിക്കും. നമ്മൾ മെറിറ്റില്ല, പക്ഷേ കാനങ്കാരി പറയുന്നത് ശരിയാണ്, എനിക്ക് മെറിറ്റില്ല. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. എഫേസ്യൻസ് 2:8 വർക്ക് ചെയ്യണത്. അതായത് പലതും നമ്മുടെ മെറിറ്റിലല്ല, ഗ്രേസ് ദൈവം നിർലോഭമായിട്ട് നൽകുന്ന ഗ്രേസിലാണ്. ഗ്രേസ് അതുകൊണ്ടാണ് 1:28 അമ്മയോട് പറയത്തില്ലേ, എന്താണ്? നീ ദൈവതിരുസന്നിധി, മലാഖ എന്താ പറയണത്? നീ ദൈവതിരുസന്നിധിയിൽ മെറിറ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്നല്ല പറയണത്. എന്താ പറയണത്? കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആ വാക്കെല്ലാം അളന്നു തൂക്കിയാണ് ബൈബിൾ പറയണത്. അമ്മയെ കാണുമ്പോൾ ഈശോനെ നൽകാൻ വേണ്ടി, അവളെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി മേലാഖ വരുമ്പോൾ പറയണെന്താണ്? 1:28 മറിയമേ, നീ ദൈവതിരുസന്നിധിയിൽ എന്ത് കണ്ടെത്തിയിരിക്കുന്നു? ആ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അല്ല മെറിറ്റല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയല്ല. മറിയത്തിൻ്റെ യോഗ്യതയിലല്ല ക്രിസ്തുവിനെ ലോകത്തിന് ദൈവം നൽകണത്. കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഈ ലോകത്ത് മനുഷ്യൻ്റെ സന്തതിയിൽ ആരും യോഗ്യമല്ല. അപ്പോൾ ദൈവം നിർലോഭമായി കൊടുക്കുന്ന ഗ്രേസാണ്. പക്ഷേ ഗ്രേസിന് വേണ്ടി തിരഞ്ഞെടുത്തതാകട്ടെ മറിയം. കാര്യം മറിയം ഗ്രേസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം യോഗ്യതയാണ്. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. ദൈവത്തിൻ്റെ തിരുസന്നിധി ഗ്രേസ് സ്വീകരിക്കാൻ വേണ്ടി മാത്രം മറിയ യോഗ്യതയാണ് മറിയത്തിൻ്റെ യോഗ്യത എന്ന് പറയണം. അതിന് സഭ അവന് അമരോത്ഭവം തന്നെ പറയും. എന്താ കാര്യം? പാപമില്ലാത്തൊരവസ്ഥ. ഇത് ഗ്രേസ് സ്വീകരിക്കാൻ പറ്റിയൊരു യോഗ്യതയാണ്. വെദർ യു ആർ ബാപ്റ്റൈസ്ഡ് ഓർ നോട്ട്, നിങ്ങൾ വിശുദ്ധി യേശുക്രിസ്തു നാമത്തിലെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പൗലോസൊക്കെ പറയണത് മനസ്സാക്ഷിയുടെ പ്രാർത്ഥനയാണ് ജ്ഞാനസ്നാനം എന്നൊക്കെ പറയുന്നില്ലേ.
അതായത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള മനസ്സാക്ഷിയുടെ പ്രാർത്ഥനയാണ് ജ്ഞാനസ്നാനം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ യേശുക്രിസ്തു നേടിയെടുത്ത വിശുദ്ധിയിൽ എനിക്ക് പങ്കാളിത്തം ലഭിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധി പാലിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ബി എൻക്രേസ്ഡ്. കർത്താവിൻ്റെ കൃപയിൽ നിന്ന് നിറയും. പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ മാതാവാണ്. എന്താ കാര്യം? ദൈവം ആദ്യം ഉടമ്പടി ചെയ്യണത് മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. മാതാവിനെ കാര്യം ക്രിസ്തുവിനെ ലോകത്തേക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം ഒരു സ്ത്രീയെ വിഭാവനം ചെയ്തുകൊണ്ട് ആണ് ആദ്യ ഉടമ്പടി മനുഷ്യരാശിയുമായിട്ട് ചെയ്യണത്. ആദ്യ ഉടമ്പടി ഏതാണ്? 3:30 ഉൽപ്പത്തി പുസ്തകം 3:15 എന്താ പറയണത്? സർപ്പത്തോട്, പിശാചിനോട്, സാത്താനോട് ദൈവം പറയുന്നതാണ് ആദ്യ ഉടമ്പടി. എന്താണത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, എന്നിട്ട് അവൻ നിൻ്റെ തല തകർക്കും. ആരാണ്? ഈശോ. നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇതാണ് ആദ്യ ഉടമ്പടി. ആ ആദ്യ ഉടമ്പടിയിൽ ദൈവം വിവക്ഷിച്ച സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കാനായിൽ അമ്മയെ സ്ത്രീയെ, കാര്യം ഉടമ്പടി സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, നമ്മൾ പറഞ്ഞ സമയം, പിതാവിൻ്റെ മനസ്സിലുള്ള സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ അമ്മ പറയും, സമയം ആകാത്ത സമയം ആക്കിയെടുക്കാൻ ഉടമ്പടിയുടെ മാതാവും ഉടമ്പടിയുടെ പുത്രനും കൂടി നിന്ന് കാനായിൽ വേറെ ഒരു ഉടമ്പടിയിലേക്ക് പോവുകയാണ്. എന്താണ്? അവിടെയാണ് മരിയൻ ഉടമ്പടിയുടെ ജനനം. എന്താണ്? നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, ഇല്ലാത്ത കാര്യങ്ങളെ അത് ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളും തീർന്നുപോയ കാര്യങ്ങളും ജീവിതത്തിൽ ഐശ്വര്യം കെട്ടുപോയ വിഷയങ്ങൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഉടമ്പടിയാണ് ഇന്ന് മരിയൻ ഉടമ്പടി എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പത്തി മുതൽ ഈ മരിയൻ ഉടമ്പടി വരെ ഉള്ളതെല്ലാം എന്താണ്? ബൈബിള് ഉടമ്പടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവം നിൻ്റെ ജീവിതത്തിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഏക സ്വർഗീയ നടപടിയുടെ ഭാഗമാണ് ഉടമ്പടി വരുന്നത്. ആ ഉടമ്പടി എന്താണെന്നാണ് ഉടമ്പടി, ബൈബിൾ തന്നെ ഉടമ്പടി പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പുറപ്പാടിൻ്റെ 24:7 അനന്തരം ഏറ്റു പറഞ്ഞ് അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അതാണ് പുറപ്പാടിൻ്റെ ഉടമ്പടി. മനസ്സിലായില്ലേ? കർത്താവ് കൽപ്പിച്ചത്, നിങ്ങളെ ദൈവം കൽപ്പിച്ച വചനങ്ങൾ അതുപോലെ ചെയ്യാൻ, അത് ആലപ്പുഴ എന്നൊരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന സംഭവം അല്ല ഇത്. അനാദികാലം മുതലേ ഉള്ള ഒരേ ഒരു നടപടിക്രമമാണിത്. എന്താണ്? ഏത് കാലത്ത് ജനിച്ചാലും ഏത് രാജ്യത്ത് ജനിച്ചാലും നിനക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ എന്താ മാർഗം? എന്താണ്? കർത്താവ് പറഞ്ഞതെല്ലാം, അതാണ് പറയണത്, കർത്താവ് കൽപ്പിച്ചതെല്ലാം പറഞ്ഞേ കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 23:7 പറയുന്നത്. കാര്യം 24:7 പറയുന്നത് എന്താണ്? ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അനുസരണയുള്ളവരായ എന്താ ഗുണം? എന്താ? കർത്താവ് കൽപ്പിച്ചതെല്ലാം ചെയ്താലുള്ള ഗുണം എന്താ? അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം പ്രാപിക്കും. കൈ ഇടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. ദൈവമഹിമയാണ് ഈ ഐശ്വര്യമെന്ന് പറയണത്. അതുകൊണ്ടാണ് ഐസയ വായിച്ചോളൂ. ഐസയ 1:19 18 വായിച്ചോളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഏത് പറഞ്ഞ? കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പം ഐശ്വര്യം ആസ്വദിക്കണതെല്ലാം ദൈവവചനത്തോട് നമ്മൾ കാണിക്കുന്ന
അനുസരണം അനുസരിച്ചിരിക്കും. അതിനാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവവചനത്തോട് ഉള്ള അനുസരണം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ആർക്കാര്യമല്ലല്ലോ, ഓരോരോ ഉടമ്പടി പുതുക്കത്തിലൂടെയും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ അനുസരിച്ച് നടപ്പിൽ വരുത്തി അതിൻ്റെ സാക്ഷിയായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി വളരുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും.